So, here we are going to discuss about the shape of Earth. Okay. So, നമുക്കറിയാം നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് അല്ലെ, സ്വന്തം ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ സൂര്യന് ചുറ്റും ഒരു നിശ്ചിത ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എർത്തിന്റെ സർഫസിൽ ആണ് നമ്മൾ ഈ സർവേയിങ്ങും ലെവലിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കുമുള്ള എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ജിയോയിഡ് ആണ്. അതായത് ഒരുപാട് ഗ്രാവിറ്റി അനോമലീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. പക്ഷേ നമ്മൾ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസിനൊക്കെ വേണ്ടിയിട്ട് വി ഹാവ് അല്ലെങ്കിൽ ഒരുപാട് അഡ്വാൻസ്ഡ് സർവേ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒബ്ലേറ്റ് സ്ഫിറോയിഡ് ആണ്. അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു അപ്പർ പാർട്ട് ഇസ് ബിഗർ കമ്പയർഡ് ടു ദ ലോവർ സതേൺ ഹെമിസ്ഫിയർ. ആൻഡ് ഓൾസോ ഇപ്പം നമ്മൾ 3 ആക്സിസ് എടുക്കുവാണെങ്കിൽ എക്സ് വൈ സെഡ് മൂന്നും ഡിഫറെൻറ്റ് ലെങ്ത് ആണ്. ദാറ്റ് ഇസ് ഓൾ ദ 3 ആക്സിസ് ആർ ഓഫ് അൺഈക്വൽ ലെങ്ത്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഇക്വറ്റോറിയൽ ആക്സിസ് മെഷർ ചെയ്യുവാണെങ്കിൽ, അതായത് അലോങ് ദ ഇക്വേറ്റർ ഉള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ ദാറ്റ് വിൽ ബി അബൌട്ട് 42.95 കിലോമീറ്റേഴ്സ് ഗ്രേറ്റർ ദാൻ ദി പോളാർ ആക്സിസ്. അപ്പൊ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ഒരു സ്ഫിയർ അല്ല. പക്ഷെ നമ്മൾ എളുപ്പത്തിൽ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ സിംപ്ലർ ആക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി വി ഹാവ് അസ്യൂം ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ടു ബി സ്ഫെരിക്കൽ. അപ്പൊ അങ്ങനെ അസ്യൂം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്ക് ഭൂമിയുടെ റേഡിയസ് കോൺസ്റ്റന്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ സർഫസ് ഇപ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ആർക്ക് ഓഫ് എ സർക്കിൾ ആയിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുകൾ ലാർജ് സർവേയിലൊക്കെ എടുക്കാം. ഇനി നമ്മുടെ ഭൂമിയിൽ തന്നെ ഇപ്പൊ ചെറിയൊരു ഏരിയ ആണ് നമ്മൾ സർവേ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ദൂരം അല്ലെ, വളരെ ഇപ്പൊ ഒരു 250 അല്ലെങ്കിൽ ഒരു 260 കിലോമീറ്റർ സ്ക്വയറിനെക്കാളും ചെറിയ ഏരിയകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഭൂമി ഉരുണ്ടതാണ് അല്ലെങ്കിൽ ഈ ഒരു സ്ഫിയർ ആണ് എന്നെടുക്കാതെ സർഫസ് പ്ലെയിൻ ആണ് എന്നെടുത്ത് അസ്യൂം ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേഷൻസ് പ്ലെയിൻ ട്രിഗ്നോമെട്രി ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് വലിയ എറർ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിൽ കൂടുതലുള്ള ഏരിയകൾ, അതായത് 260 കൂടുതൽ 260 കിലോമീറ്റർ സ്ക്വയറിന് കൂടുതലുള്ള ഏരിയകൾ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ജിയോഡിറ്റിക് സർവേ ചെയ്യേണ്ടി വരുന്നത്. അതായത് എർത്തിന്റെ കർവേച്ചറും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള സർവേയിങ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ പോലെ ഒരു 215 കിലോമീറ്റർ സ്ക്വയർ ഏരിയ വരുമ്പോൾ അതിനകത്തുള്ള കോർപ്പറേഷൻ ലിമിറ്റ്സിനകത്തുള്ള സർവേ ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്ലെയിൻ സർവേ ചെയ്താൽ മതി. പക്ഷെ വലിയ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലാർജ് ഒരു ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് ജിയോഡിറ്റിക് സർവേ ആണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ പ്രൈമറിലി സർവേയിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പ്ലെയിൻ സർവേ ആൻഡ് ജിയോഡിറ്റിക് സർവേ. ഓക്കെ. പ്ലെയിൻ സർവേ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ കർവേച്ചർ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മൾ എർത്തിന്റെ സർഫസ് അത് പ്ലെയിൻ ആണ് എന്ന് അസ്യൂം ചെയ്ത് ചെയ്യുന്ന സർവേ ആണ്. ജിയോഡിറ്റിക് സർവേ എന്ന് പറയുമ്പോൾ എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ കർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഡിസ്റ്റൻസ് എല്ലാം ആർക്സ് ഓഫ് ഗ്രേറ്റ് സർക്കിൾസ് ആയിട്ട് എടുത്തുകൊണ്ട് ആ കർവേച്ചർ കൺസിഡർ ചെയ്തുകൊണ്ട് സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്ത് ഡയമെൻഷൻസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. ഇനി ലെവലിങ്ങിലുള്ള കുറച്ച് ടേംസ് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ലെവൽ സർഫസ്. ലെവൽ സർഫസ് എന്നാണെങ്കിലും ഇറ്റ് ഇസ് എ കർവ്ഡ് സർഫസ്. ഒരു നമ്മുടെ അംബ്രല പോലെ, അംബ്രല ഒരു കൊട നിവർത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു സർഫസ് ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ഇമാജിൻ ചെയ്യാം, ഒരു കർവ്ഡ് സർഫസ്. സപ്പോസ് ഈ ഒരു ഭൂമിയുടെ ഒരു ഏതെങ്കിലും ഒരു ഹൈറ്റ് ഉള്ള ഒരു മൗണ്ടൻ പീക്കാന്ന് വിചാരിക്കുക. ഈ ഒരു റെഡ് ആദ്യത്തെ ഫിഗറിലെ റെഡ് ഡോട്ട്, ആ സ്ഥലത്തിന്റെ എലിവേഷൻ അല്ലെങ്കിൽ റെഡ്യൂസ് ലെവലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ ഡോട്ടിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു കർവ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യും. എന്താണ് ഈ കർവ്ഡ് സർഫസിന്റെ മറ്റൊരു പ്രത്യേകത? ഇത് ഷുഡ് ബി പാരലൽ ടു ദ മീൻ സീ ലെവൽ അല്ലെങ്കിൽ പാരലൽ ടു ദ മീൻ സ്ഫെറോയിഡൽ ഷേപ്പ് ഓഫ് ദ എർത്ത്. എർത്തിന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ഫെറിക്കൽ ഷേപ്പിന് പാരലായിട്ട് ഈ റെഡ് ഡോട്ട് ഇരിക്കുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു കർവ്, ഇങ്ങനെ ഒരു കൊട പോലെ ഒരു സർഫസിനെയാണ് നമ്മൾ ലെവൽ സർഫസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഈ ലെവൽ സർഫസ് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ അഗൈൻ ഞാൻ പറഞ്ഞല്ലോ,
ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്നതാണ്. ഇനി ഈ ഒരു സർഫസിലെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റിയും ഈ ലെവൽ സർഫസും തമ്മിൽ 90 ഡിഗ്രിയിലായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസ് ഒന്നുകൂടെ ഒന്ന് നോക്കിയോളൂ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഫിഗറിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഈ ഡാഷ്ഡ് ആയിട്ട് കാണുന്ന ഈ ലൈൻ, ഓക്കെ, പി എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലെവൽ സർഫസിനെ നമ്മളൊരു എന്താണ് അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ വരച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അവിടെ എന്താണ് പ്രത്യേകത? ഈ ഡാഷ്ഡ് ലൈൻ എന്ന് പറയുന്നത് പിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ വെർട്ടിക്കൽ ലൈനും ഈ ഡാഷ്ഡ് ലൈനും തമ്മിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ പിയിലുള്ള വെർട്ടിക്കൽ ലൈനും പിയിലൂടെ പോകുന്ന ഡാഷ്ഡ് ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ ലെവൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കർവ്ഡ് സർഫസ് പാരലൽ ടു ദ മീൻ സ്ഫെറോയിഡൽ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി. ഇനി എങ്ങനെയാണ് നമുക്ക് ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി കിട്ടുന്നത്? ഏതൊരു പോയിന്റ് ആണോ, അപ്പൊ ഇവിടെ ഈ ഡോട്ടിൽ കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ പി എന്ന് പറയുന്നത് അല്ലെ, ആ പോയിന്റിൽ നമ്മളൊരു പ്ലം ബോബ് ഹാങ് ചെയ്താൽ ആ പ്ലം ബോബ് ഏത് ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്? ഭൂമിയുടെ സെന്ററിലോട്ടായിരിക്കും, അതായത് ഗ്രാവിറ്റി ഡയറക്ഷൻ ആയിരിക്കും അത് കാണിക്കാം. അപ്പോൾ ഈ ലൈനിനെ നമുക്ക് വെർട്ടിക്കൽ ലൈൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി ലൈൻ ഷോയിങ് ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കാം. മറ്റൊരു പേര് പ്ലംബ് ലൈൻ എന്ന് വിളിക്കാം. അപ്പൊ ഇതെല്ലാം ഈ ലൈനിനെ വിളിക്കുന്ന പേരുകളാണ്. അപ്പൊ ഈ പ്ലംബ് ലൈനും ലെവൽ സർഫസും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ദ സർഫസ് ഓഫ് സ്റ്റിൽ വാട്ടർ ഇൻ എ ലേക്ക് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കർവ്ഡ് സർഫസ്. അപ്പൊ സാധാരണ എന്താണ് ലെവൽ സർഫസ് എന്ന് ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സർഫസ് പാരലൽ ടു മീൻ സീ ലെവൽ ഓർ മീൻ സ്ഫെറോയിഡൽ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി ഡാഷ് എന്നുള്ള ഇസ് കോൾഡ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ആൻസർ എന്താണ്? ലെവൽ സർഫസ് ആണ്. ദ എക്സാമ്പിൾ ഓഫ് ലെവൽ സർഫസ് എന്ന് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ 3 മാർക്കിന് വാട്ട് ഇസ് ലെവൽ സർഫസ് എന്ന് ചോദിക്കാം. അപ്പൊ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ദ സർഫസ് ഓഫ് സ്റ്റിൽ വാട്ടർ ഇൻ എ ലേക്ക്. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ ഇതൊരു മറ്റൊരു ചിത്രമാണ്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാം മൗണ്ടൻ റേഞ്ചസ് കാണാം. ഇപ്പൊ ഈ മൗണ്ടൻ റേഞ്ചസ് ഓരോ സർഫസിലെ പോയിന്റ്സിനെ ഞാൻ ഇങ്ങനെ റെഡ് ഡോട്ട് ഇട്ട് വെച്ചിരിക്കുവാണ്. അപ്പൊ ഇത് അതിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു ലേക്ക് ആണ്. അപ്പൊ ഇതിന്റെ സർഫസ് കണ്ടല്ലോ, നമുക്കറിയാം ഓഷ്യൻസ് എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓഷ്യൻ വാട്ടർ ഈവൻ ദോ വേവ്സും അതുപോലെ സീസണൽ വേരിയേഷൻസും ഹൈ ടൈഡ് ലോ ടൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും കടലിലെ ജലനിരപ്പ് നമുക്ക് ഒരു ആവറേജ് ചെയ്ത് ഒരു 19 വർഷത്തെ ഡേറ്റ എടുത്ത് നമ്മളൊരു ആവറേജ് മീൻ സീ ലെവൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവലാണ് നമ്മൾ ഡേറ്റമായിട്ട് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഭൂമിയുടെ ഏത് ഭാഗത്തും അത് ഒരേ നിരപ്പിലായിരിക്കും, കാരണം കടലുകളെല്ലാം തമ്മിൽ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഗ്രാവിറ്റി കൊണ്ട് തന്നെ എപ്പോഴും ഒരേ ലെവല് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ നമുക്ക് ഭൂമിയുടെ ഏത് ഭാഗത്ത് നമുക്ക് തമ്മിലുള്ള ലെവൽ ഡിഫറൻസുകളും ഹൈറ്റ് ഡിഫറൻസുകളും നമുക്ക് ഈ ഒരു ഡേറ്റമായിട്ട് വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഭൂമിയിലെ 2 വളരെ ദൂരെയുള്ള അല്ലെങ്കിൽ 2 വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള പോയിന്റ്സിന്റെ ഹൈറ്റ് ഡിഫറൻസ് പറയുന്നത് ഏത് ഒരു ഡേറ്റം വെച്ചിട്ടായിരിക്കും? മീൻ സീ ലെവല് വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ടേം. സാധാരണ എല്ലാ ക്വസ്റ്റ് പേപ്പറിലും വരാറുണ്ട് ഈ ലെവൽ സർഫസ്. ഇനി എന്താണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ? സോ എ പ്ലെയിൻ വിച്ച് ഇസ് ടാൻജൻഷ്യൽ ടു ദ ലെവൽ സർഫസ് അറ്റ് എ പോയിന്റ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഈ ലെവൽ സർഫസ് എന്നുള്ള ആ കർവ്ഡ് സർഫസ്, അപ്പൊ നമ്മൾ ഒരു അംബ്രല നിവർത്തി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആ അംബ്രലയുടെ മുകളിൽ നമ്മൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എടുത്ത് വെക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ആ പ്ലേറ്റ് നമുക്ക് വിളിക്കാം ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ ഇറ്റ് ഇസ് ടാൻജൻഷ്യൽ ടു ദ ലെവൽ സർഫസ് ആൻഡ് ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലം ലൈൻ. അപ്പോൾ ഈ ഒരു ലെവൽ സർഫസ് ആ ഒരു പോയിന്റില് പ്ലം ലൈനിന് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനും ആ ഒരു പോയിന്റില് പ്ലംബ് ലൈനിന് പെർപെൻഡിക്കുലർ ആവും. അപ്പൊ പ്ലംബ് ലൈൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്ലം ബോബ് എന്നുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ horizontal plane is tangential to level surface and it is perpendicular to the plumb line through the point.